ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ നിന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റിനൊക്കെ താഴെ ഓപ്പൺ ചെയ്തതിന് ശേഷം തിരിച്ച് റിവേഴ്സ് ചെയ്ത് S1 നിന്ന് അടിച്ച് S3 അടിച്ച ദിവസം. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് വേണമെങ്കിൽ മുകളിൽ നിന്ന് കിട്ടാമെന്ന് പറയാം. പക്ഷേ എന്നെ സംബന്ധിച്ചൊരു ആക്ഷൻ വളരെ കുറവായ ദിവസമായിരുന്നു. ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെയായിരുന്നു. തേർഡ് ടാർഗറ്റിനോട് ഓപ്പൺ ചെയ്താണ് തിരിച്ച് കയറി താഴേക്ക് ഇറങ്ങി തന്ന്. മിഡ് ക്യാപ്പ് ബെയറിഷ് റെഫറൻസ് പൊട്ടി മൾട്ടിപ്പിൾ ടൈംസ് ഈ ടാർഗറ്റ് അടിക്കാതെ പെർഫെക്റ്റ്ലി ഒരു ബാലൻസ് ഷേപ്പായിട്ട് വന്ന. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ പക്ക ഒരു ബാലൻസ് ഡേ ആണ്. നിഫ്റ്റി ഒരു പക്ക ഒരു ബാലൻസ് ഡേ ആയിരുന്നു. നിഫ്റ്റി എന്ന് വെച്ചാൽ പക്ക ബാലൻസ് ഡേ ആയിരുന്നു. അപ്പോൾ ആശാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പെർഫെക്റ്റ്ലി ഒരു ഓവർ ഡൗൺ ആയിട്ട് വന്ന മാർക്കറ്റായിരുന്നു. ആ ഡൗൺ ഫെയിലിയർ ആയിട്ട് ഈക്ക് ശേഷം എയ്ക്ക് ലോ താഴെ കട്ട് ചെയ്ത് പോകുന്ന പ്രതീക്ഷയാണ്. പക്ഷേ ആ പ്രതീക്ഷയൊന്നും നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓവർ അപ്പ് ഡൗൺ ഫെയിലിയർ ആയിട്ട് പക്ക ഒരു ബാലൻസ് ഡേ, ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ് കൃത്യമായി നിൽക്കുന്നത്. ഡി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. പെർഫെക്റ്റ്ലി ഡേഞ്ചർ പ്രൊഫൈൽ എന്നൊക്കെ പറയും. ഇന്നത്തെ ലോയോ ഹൈയോ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഹെവി ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത്. സോ നിഫ്റ്റിയുടെ POS നിൽക്കുന്നത് 24,212 അവിടെയാണ് നിഫ്റ്റിയുടെ POS. ഞാൻ ആ POS ഇന്ന് മാറ്റി വയ്ക്കുക. 24,212 ഭാഗത്ത് 24,212 24,212 ഭാഗത്തേക്ക് ആ POS ഞാനൊന്ന് കൊണ്ടുവന്നു. ഇനി ബെയറിഷ് റെഫറൻസ് ഇന്നത്തെ ലെവൽ, അതായത് 130ക്ക് താഴെ സെല്ലിങ്, അതായത് എത്രയാണ് 24,130ക്ക് താഴെ നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ട് പോകും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട്, അതായത് 24,087 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. എത്രയാണ് 24,087 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് അടുത്തത് 24,033 പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ 24,033 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ഹൈയും അതിന് താഴെ 24,993 അല്ലെങ്കിൽ ഞാൻ പറയുന്നത് 24,953 ഭാഗത്തേക്ക്. എത്രയാണ് 24,955 ഭാഗത്ത് 23,955 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു POS ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. ഇല്ല എങ്കിൽ തിരിച്ച് ഇന്നത്തെ ഹൈ കട്ട് 24,312 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. 24,130 പൊട്ടുകയാണെങ്കിൽ 24,087, 24,033, 23,955 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഹൈ 24,312, അത് ഞാനത് 24,320ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ഈ ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 24,378 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 24,378 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് 24,430 എത്രയാണ് 24,430 ഭാഗത്തേക്കും സെക്കൻഡ് ടാർഗറ്റ്. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം 24,485 24,485 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,320 ആശാൻ പൊട്ടുവാണെങ്കിൽ അപ്സൈഡ് മുകളിലോട്ട് പോയി ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ടച്ച് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ആ വാച്ച് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ലെവൽസ് ഞാൻ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത് ഡീ പ്രൊഫൈൽ ആയതുകൊണ്ട് ഇന്നത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ കട്ട് ചെയ്യണമെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ താഴേക്ക് വരാൻ, ഇന്നത്തെ ഹൈ കട്ട് ചെയ്യണമെങ്കിൽ തിരിച്ച് ഇന്നലത്തെ POSയുടെ ഭാഗത്ത് ഈ ഒരു POS കണ്ടാലും ഈ ഒരു POSയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് തരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POSയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേഴ്സ് തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ORR ബാങ്ക് നിഫ്റ്റി പക്ക ഒരു ORR ഫെയിൽഡ് അല്ല, സക്സസ് ആയി. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് സക്സസ് ആയി ഒരു ഡൗൺവേർഡ് ഡേ ആണ് വന്നിരിക്കുന്നത്. 56,305 ഭാഗത്തേക്കാണ് POS വന്നിരിക്കുന്നത്. ഞാൻ ആ POS ഒന്ന് മാറ്റി വയ്ക്കാം. 56,305 ഭാഗത്തേക്ക് ഞാൻ ആ POS കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 56,210 കട്ട് ചെയ്താൽ മാത്രമേ ഞാൻ സെല്ലിംഗ് നൽകുന്നത്. എത്രയാണ് 56,200 കട്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 56,055 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,912 എത്രയാണ്
912 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,763 എത്രയാണ് 55,763 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 56,200 പൊട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസിലൊക്കെ ടച്ച് ചെയ്യാനും വേണമെങ്കിൽ ഈ POC 55,819 അത് പൊട്ടുവാണെങ്കിൽ 55,552 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ബൈ എടുക്കണമെങ്കിൽ 56,900 മുകളിൽ മാത്രമേ ഇനി ഒരു ബൈ ഉള്ളൂ. എത്രയാണ് 56,900 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോവാം 57,066 എത്രയാണ് 57,066 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരും. സെക്കൻഡ് ടാർഗറ്റ് 57,276 എത്രയാണ് 57,276 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് നിന്ന് 57,406 എത്രയാണ് 57,406 ഭാഗത്തേക്ക് 57,406 ഭാഗത്തേക്ക് വരാം. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ഡൗൺ ആയിട്ട് ഒരു ഡൗൺ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ. എല്ലാ ലെവൽസും കൃത്യമായി ടാർഗറ്റ് ഹിറ്റായ ദിവസമായിരുന്നു. നമുക്ക് കിട്ടിയത് പറഞ്ഞുകൂടാ താഴേക്ക് വന്നായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റി നോക്കേണ്ടത് ഈ ഒരു ലോവർ ലെവൽ സ്ട്രക്ചർ നിൽക്കുമോ, അതായത് 56,134 പൊട്ടുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ 55,819 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റിയെ പോലെ മിഡ് ക്യാപ്പും പെർഫെക്റ്റ്ലി ORR ഫെയിൽഡ് ആയിട്ട് പെർഫെക്റ്റ്ലി ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. POC നിൽക്കുന്നത് മിഡ് ക്യാപ്പിന് 13,855 ഭാഗത്തേക്കാണ് POC. 13,000 ഇന്നത്തെ ബെയറിഷ് ഓഫിൻ്റെ ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത് 13,855 ഭാഗത്തേക്ക്. ഇനി 13,797 പൊട്ടിയാൽ മാത്രമേ ഞാനൊരു സെല്ലിങ് കൊടുത്താണ്. 13,797 പൊട്ടുകയാണെങ്കിൽ സെല്ലിങ് എടുക്കും. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് നമ്മളെ 13,746 13,746 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് 13,700 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അതിന് താഴെ നിൽക്കുമ്പോൾ എങ്ങോട്ട് വരാം 13,647 എത്രയാണ് 13,647 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള റെഫറൻസ് ലെവല്. ബുള്ളിഷ് റെഫറൻസ് ലെവലിന് ഒരു മാറ്റവുമില്ല. 14,000 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നുള്ളൂ. അപ്പം 14,045 14,100 14,145 14,145 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. സോ നിഫ്റ്റിയും മിഡ് ക്യാപ്പും പെർഫെക്റ്റ്ലി ഒരു ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡി പ്രൊഫൈലിൻ്റെ ഹൈയോ ലോയോ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ളൊരു മൊമെൻറ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി 56,137 പൊട്ടുകയാണെങ്കിൽ 55,819 വരെയുള്ള ചാൻസും വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഡൗൺ വേർഡ് ടാർഗറ്റ് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൾ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെയുള്ള അതിനെ ബേസ് ആയിരിക്കും പൊതുവേ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. സോ കൃത്യമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.